Welcome to Neethas Tasteland. നമുക്ക് ഇന്നൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ? നാടൻ പലഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. അത് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എടുത്തു പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയൊരു പലഹാരമാണ് നമ്മുടെ മധുരമുള്ള മൈദ ദോശ. മധുരമുള്ള മൈദ ദോശ എന്ന് ഞാനിങ്ങനെ പേരിട്ടതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പലഹാരത്തിന് എന്ത് പേരാണ് പറയാന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പേര് തന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വേറെ സ്ഥലങ്ങളിൽ വേറെ പേരുകളിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുക. അതെന്താണെന്ന് വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അതുപോലെ വീട്ടില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലെ ഏത് പ്രായക്കാർക്കും കഴിക്കാം കേട്ടോ. ഇന്ന പ്രായക്കാർക്ക് കുട്ടികൾക്ക് എന്ന് മാത്രമായിട്ടൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മധുരമുള്ള മൈദ ദോശ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, മുട്ട, ഏലക്ക, കാഷ്യൂനട്ട്, റൈസിൻസ്, പഞ്ചസാര, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ്. ഒരു പിഞ്ച് ഉപ്പ് വേണം, അതുപോലെ തന്നെ വെള്ളം വേണം. പിന്നെ നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിപ്പോ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 240 ml കപ്പാണ്. നമ്മള് മെഷറിംഗ് കപ്സ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള മെഷറിംഗ് കപ്സ് കിട്ടും. 240 ml 250 ml. ഞാനിപ്പോ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഒരു കപ്പ് എത്ര ലിറ്റർ ആണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആണ് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കപ്പിന്റെ കാര്യം പറഞ്ഞത്. മുട്ട ഇതിൽ ഓപ്ഷണലാണ്. മുട്ട നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ മുട്ട ചേർത്തിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിപ്പോ മുട്ട ചേർക്കുന്നത്. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാഷ്യൂനട്ടും റൈസിൻസും അതും നമ്മുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. എത്ര ക്വാണ്ടിറ്റി ചേർക്കുന്നു അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒട്ടും താല്പര്യമില്ല, ഇപ്പൊ റൈസിൻസിനോട് താല്പര്യമില്ല, കാഷ്യൂനട്ട് മാത്രമേ അത് ചേർക്കാൻ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. അത് നമുക്ക് ഏലക്ക ചതച്ചെടുക്കാം. അതിനുശേഷം തേങ്ങയും പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് ഏലക്ക ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ മിക്സിയിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ട് ആ പൊടി അരിച്ചതിന് ശേഷം ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ തൊലി കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ആ ഒരു തൊലി ചവയ്ക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചതച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ അരിച്ചെടുക്കാന്ന് പറഞ്ഞത് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം. നമുക്ക് തേങ്ങ മിക്സ് ചെയ്യാം. തേങ്ങ നമുക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഒരു കപ്പ് പൊടിയാകുമ്പോഴുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇതിപ്പോ കാഷ്യൂനട്ടും റൈസിൻസും ഒന്നും നമ്മൾ നെയ്യിൽ സോട്ട് ചെയ്തൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോ എടുത്തിരുന്ന കാഷ്യൂനട്ട് മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കാഷ്യൂനട്ടിന്റെ ടേസ്റ്റിനേക്കാളും നമുക്ക് പഞ്ചസാരയുടെയും തേങ്ങയുടെയും ടേസ്റ്റ് ആണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് കുറച്ച് കാഷ്യൂനട്ടേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് റൈസിൻസ് ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് ആദ്യമേ മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയിലേക്ക് പഞ്ചസാര നന്നായിട്ട് പിടിച്ചു വരും. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ മിക്സ് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി മൈദയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട. മുട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ബാറ്റർ റെഡിയാകുമ്പോൾ പറയാറുണ്ട് ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് എന്നുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ ലൂസായി പോവും. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്.
ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ലൂസായിട്ടല്ല, ചെറിയ തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൻ കേക്ക്സ് റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിലും നെയ്യ് അപ്ലൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത എണ്ണ യൂസ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നെയ്യിൽ തന്നെ ചെയ്ത് കൊടുക്കായിരിക്കും നല്ലത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കുക. സാധാരണ നമ്മൾ പാൻ കേക്ക്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പാൻ തന്നെ എടുത്തിട്ട് ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്പ്രെഡായി വരും. അധികം വലിയ പാൻ കേക്ക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, ഈ ഒരു വലിപ്പത്തിലേ ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്ത് വെക്കുമ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിപ്പമാണ്. അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും തിക്നെസ് ഉള്ള പാൻ കേക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബാറ്റർ കുറച്ചുകൂടി ലൂസാക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം തിന്നായിട്ടുള്ള പാൻ കേക്ക്സ് റെഡിയാക്കാം. പക്ഷെ കുറച്ച് തിക്നെസ് ഉള്ളതാണ് ഈ ഒരു മൈദയുടെ ദോശ ചെയ്യുമ്പോൾ നല്ലത്. ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് പാൻ കേക്ക്. അപ്പോൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തേങ്ങയുടെയും പഞ്ചസാരയും ചേർന്ന മിക്സ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് തേങ്ങയും പഞ്ചസാരയും വെച്ച മിക്സ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് ഈ പാനിന്റെ സൈഡിലുള്ള എണ്ണ തന്നെ ഒന്നുകൂടി നടുഭാഗത്തേക്കൊക്കെ ആക്കി കൊടുക്കാം. നമ്മൾ ഒന്നിടവിട്ട് ഓരോ പാൻ കേക്ക്സ് റെഡിയാക്കുമ്പോഴും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത പാൻ കേക്ക് റെഡിയായി വരുന്നുണ്ട്. അധികം സമയം വേണ്ട കേട്ടോ. നമുക്കിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും മൈദപ്പൊടി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഗോതമ്പൊടിയിലും ചെയ്യാം. പക്ഷെ ഗോതമ്പൊടിയിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തേങ്ങയും പഞ്ചസാര എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എപ്പോഴും വീടുകളിൽ ചെയ്യാറുള്ള ഒരു സ്നാക്കാണ്. ഇനി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ പാൻ കേക്കും പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ 2 പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യുകയാണെങ്കിൽ ആ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ടേസ്റ്റ് ഒക്കെ നമ്മുടെ പാൻ കേക്കിലേക്ക് കറക്റ്റായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോൾ ചൂടോടെ റോൾ ചെയ്ത് കാണിച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 എണ്ണത്തിൽ നിർത്തിയത്. 2 പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് നിർത്തിയത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വെക്കുക. ഇത് സാധാരണ നമ്മൾ റോൾ ചെയ്യുന്ന പോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് റോൾ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ പാനിലേക്ക് ഒഴിക്കുമ്പോൾ മുകൾ ഭാഗം വരുന്ന പോർഷനിലാണ് ഞാൻ ഈ ഫില്ലിംഗ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോഴേ നമ്മളിത് റോൾ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോർഷൻ മുകൾ ഭാഗത്തായിട്ട് വരുള്ളൂ. കാണാൻ ഭംഗിയുള്ള പോർഷൻ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻ കേക്ക് റോൾസ്, അല്ലെങ്കിൽ മൈദ മുട്ട റോൾസ് എന്നൊക്കെ പറയുന്ന പരിപാടി. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള പാൻ കേക്ക്സ് റെഡിയാക്കി എടുത്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മധുരമുള്ള മൈദ ദോശകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ 1 കപ്പ് അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 ദോശ ഉണ്ടാക്കാം. ഈ വലിപ്പത്തിലാണെങ്കിൽ ഇതിലും കുറച്ചുകൂടി വലിപ്പം കൂട്ടി ഉണ്ടാക്കാം, കുറച്ചുണ്ടാക്കാം. പക്ഷെ ഇതൊരു സ്റ്റാൻഡേർഡ് വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന 2 എണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വിശപ്പ് മാറും. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അതുപോലെ കഴിച്ചിട്ടുള്ള ആളുകൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കി വീണ്ടും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പതിവ് പോലെ നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.